അപ്പോൾ ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ വേറൊന്നുമില്ല. നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ അവസ്ഥ ഇതേ രീതിയാണ്. ഫേസ് ഫുൾ ടാനായി കറക്റ്റ് കരിവാളിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനുള്ള ട്രിക്കും ടിപ്പുകളും പലർക്കും അറിയാം. ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ലിപ് കെയറിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിപ് കെയറിന് നിങ്ങളുടെ ഫേസിൽ ഒരു 15 മിനിറ്റ്സ് ടൈമാണ് കൊടുക്കുന്നതെങ്കിൽ ലിപ്പിലൊരു 5 മിനിറ്റ്സ് ടൈമിൻ്റെ ആവശ്യമുള്ളൂ. അത്രയും മതി, മാക്സിമം അത്രയും. നോർമൽ ഒരു ജസ്റ്റ് മസാജ് കൊടുക്കണം. അപ്പോൾ ലിപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നല്ല വീട്ടിലെ ശുദ്ധമായ ഗീ ഉണ്ടെങ്കിൽ ഗീ എടുക്കുക, നെയ്യോ ഗീയോ ബണോ വരുന്നത് അതനുസരിച്ച് എടുക്കുക. ഒരു 3-4 ഡ്രോപ്സ് എടുത്തിട്ട് ജസ്റ്റ് മസാജ് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ്സ് ലിപ്പിലിട്ടേക്കണം. എന്നാൽ മാത്രം ഒരു ഹൈഡ്രേറ്റ് ആവാൻ, അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാനും, ലിപ്പിലെ ഡ്രൈനെസ്, പിഗ്മെൻറ്റേഷൻ, ലിപ് കളർ കൂട്ടാനും, ലിപ് ഗ്ലോയ്ക്കും ബസ്വണ്ണാണ് നമ്മുടെ ഗീ എന്ന് പറയുന്നത്. അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഇത് ഡെയിലി ഒന്ന് ചെയ്ത് നോക്കിയേ, നല്ലൊരു ചേഞ്ച് കിട്ടും. നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുകയും ചെയ്യാം, ലിപ്പിന് എന്താ പറയുക പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ലിപ് ബാം യൂസ് ചെയ്യുന്നത് ഒന്ന് കുറയ്ക്കുക. യൂസ് ചെയ്യാൻ പ്രോബ്ലം ഒന്നുമില്ല. അത് ഗുഡ് ക്വാളിറ്റി വരുന്ന, അല്ലെങ്കിൽ അതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എപ്പോഴും നോക്കണം കേട്ടോ. ഗ്ലിസറിൻ ബേസ് വരുന്ന ലിപ് ബാം നമുക്ക് യൂസ് ചെയ്യാൻ പ്രോബ്ലം ഒന്നുമില്ല, നല്ലതാണ്. അതുപോലെ ക്യാംഫർ പോലത്തെ പല പ്രോഡക്റ്റ്സ് ഉണ്ട്, കർപ്പൂരം അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന പ്രോഡക്ട്സുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കുട്ടികൾക്ക് ബേബി ലിപ് ബാം പോലത്തെ ഐറ്റംസ് അതിലാരും ഗ്ലിസറിൻ ബേസ് ആണെന്ന് നോക്കുക, അങ്ങനത്തെ യൂസ് ചെയ്യുക. ഒരു 16 ഇയേഴ്സ് വരെ, 16 to 18, 18 16 പറയാം, ആ ഒരു ഏജ് വരെ നിങ്ങൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത് കുറച്ചിട്ട് നാച്ചുറലായിട്ടുള്ള വീട്ടിലുള്ള ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കാൻ നല്ല. ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം എമർജൻസി അങ്ങനെ വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് നല്ലത്, കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നമ്മുടെ സ്കിന്നായാലും ലിപ്പിനായാലും നല്ലൊരു ചേഞ്ച് ഉറപ്പായിട്ടും കിട്ടും. ഇതാണ് ഇന്നത്തെ എൻ്റെ ടിപ്പെന്ന് പറയുന്നത്. സെൽഫ് കെയർ, എത്രത്തോളം നമ്മുടെ സെൽഫ് കെയർ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടിരിക്കാൻ എപ്പോഴും സ്മൈലിംഗ് ഫേസ്, മാക്സിമം ചിരിക്കാൻ നോക്കുക കേട്ടോ. നിങ്ങൾ എത്രത്തോളം ചിരിക്കുമോ അത്രത്തോളം നിങ്ങളുടെ എന്താ പറയുക ഏജ് കൂടുമെന്ന് പറയില്ലേ, ഇതെനിക്കറിയില്ല, എന്നാലും മാക്സിമം ചിരിക്കാൻ നോക്കുക. അത്രയും ചിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ സ്ട്രെസ് കുറയുകയും ചെയ്യും. നമ്മുടെ എന്താ പറയുക ബോഡി ആയാലും നമ്മളായാലും ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇത് എൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. മാക്സിമം ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ അതേ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തും സ്കിന്നും നിങ്ങൾക്ക് കിട്ടും. ട്രൈ ചെയ്ത് അതുപോലെ തന്നെ എന്നും എക്സസൈസ് ചെയ്യാൻ മറക്കരുത്. ഒരു 25-30 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ഡെയിലി മസ്റ്റായിട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ഡൗട്ടും പുതിയ ടോപ്പിക്കായിട്ട് കാണാം.